ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് ഇതാ നല്ലൊരു ബിരിയാണിയും തട്ടി നേരെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ പോവാൻ പ്ലാൻ ചെയ്തു. വേറെ ഇങ്ങോട്ടുമല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോട്ടിലേക്കാണ്. തോട്ടിലേക്ക് പോകേണ്ട വഴികൾ കുറച്ച് നിഗൂഢതയായത് കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നും പോകുന്നില്ല, കുറച്ചാളുകൾ. ഈ കുറച്ചെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാവുമെന്ന് അറിയാലോ. ഞാനും പിന്നെ എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും എൻ്റെ മേമിയുടെ ഹസ്ബൻഡും ആട്ടോ പോകുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഫുൾ പൊന്തയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വഴികളാണ്. എങ്കിലും നമ്മളതൊക്കെ ചാടിക്കടന്ന് തോടെത്തുന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമുക്കങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും പാടെ കൈ പിടിച്ച് കൂട്ടത്തിലാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, അല്ല പാമ്പോ ചേമ്പോ ഉണ്ടെങ്കിൽ കണ്ടാലോ. അപ്പോൾ നമ്മളെ വീടാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, വഴികളൊക്കെ നിങ്ങൾ തന്നെ കാണും. അപ്പോൾ ഫൈനലി നമ്മൾ ഇത്രയും ദൂരം താണ്ടിയതിൻ്റെ റിസൾട്ട് അതാ കണ്ടു, നമ്മുടെ തോട്. അപ്പോൾ തോട്ടിലേക്ക് ഇറങ്ങാൻ എന്തായാലും പറ്റില്ല എന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഇതൊരു ടൈമുണ്ട് നല്ല ഫ്രഷ് ക്ലിയർ വെള്ളമായിട്ട് വരുന്നത്. പിന്നെ തോട്ടിന് തൊട്ടപ്പുറത്ത് നല്ല പ്രകൃതി രമണീയായ പാടവും കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, മൊത്തം കലക്കവെള്ളമാണ്. ഇതിലിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകെ സീനാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് എന്തായാലും തോട് കണ്ട സന്തോഷത്തിൽ കാലൊന്ന് നനച്ച് വരാൻ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേനും കാലൊക്കെ പൂന്തി പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി അവിടെ നിന്ന് കാല് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഇറങ്ങണമൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ദൂരം കുറച്ച് പോയത് അഹലാണ്. അപ്പോൾ അവനക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ കാലൊക്കെ ഭയങ്കര പൂന്തലായിരുന്നു. അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമായിരുന്നു, എന്നെയും കൊണ്ടുപോ ഇറക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പകുതി വരെ പോയി, പക്ഷെ അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെയാണ് അവൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പം ഇങ്ങനെ കാലം ഇങ്ങോട്ട് വെച്ചാലും പൂന്ത് തന്നെയാണ്. ഈ പൂന്തന പ്രശ്നം കൊണ്ടാണ് അവൾ ഇറക്കിയ പിന്നെ ആകെ സീനാകില്ലേ. അപ്പോൾ ലാസ്റ്റായിട്ട് കാലൊന്ന് കഴുകിയപ്പോഴത്തേനും ആ വെള്ളം മൊത്തം കലക്കള്ളായി. എല്ലാവർക്കും നോക്കി നിൽക്കുക എന്നല്ലാതെ ഇറങ്ങാൻ ഒരു രക്ഷയില്ല, അത്രയും കലക്കള്ള. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ ഫോട്ടോയും കാണിച്ച് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.